ചേട്ടാ എന്ത് പരിപാടി ഇത്? അല്ല എന്റെ കസേരയിൽ ഒട്ടിച്ചേക്കുന്നുണ്ടോ? ആ ഹിന്ദി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിന്ദി അല്ലത്, സംസ്കൃതം. സോറി, മാറിപ്പോയി. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കണ്ടെന്ന്. കൊട്ടേഷൻ ആർക്കാന്നുള്ളത് മനസ്സിലായി. ആങ്കർ ചെയ്ത് സകലരെയും വെറുപ്പിക്കുമ്പോ അതൊന്നുമല്ല, ഇത് ബക്രുചേട്ടനുള്ളത്. അതെ, ബക്രുചേട്ടൻ എപ്പോഴും നടുക്കിരിക്കുന്നത്. ബക്രുചേട്ടൻ്റെ അടുത്ത് ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞേക്കും. അത് മാത്രല്ല നമുക്കുള്ള ആ വഴിയില്ല, കാരണം ഇങ്ങോട്ടല്ലേ ഒട്ടിച്ചേക്കുന്നത്. ഇവിടുന്ന് സാധാരണ ഇവിടല്ലേ അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. എനിക്ക് നിൽക്കാനെങ്കിലും വരും. നിങ്ങളുടെ കസേരട്ടോ ഇങ്ങനെ പൊങ്ങിയിരിക്കും, നിങ്ങൾക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, സൈക്കോ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചില സൂചനകൾ തരും. ആണല്ലേ? ആ സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ചേട്ടാ എന്താ സംഭവം? പാവപ്പെട്ട പ്രേക്ഷകരെ ചിരിപ്പിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് ചളിയടിച്ച് ബോറടിപ്പിക്കുന്നത് തെറ്റ്. അവതാരക പറയുന്നത് മണ്ടത്തരമാണെന്ന് അറിഞ്ഞിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റ്. നമുക്കുള്ളതാ, ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന്. പ്രേക്ഷകർ കമന്റ് ബോക്സിൽ തെറി വിളിച്ചിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും വീണ്ടും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന എലീന, നീ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇത് ആരാണോ അശരീരി. അതിനോട് എതിർപ്പൊന്നുമില്ല, കറക്റ്റ് ആണ്. അതാണ് ഈ പുറത്ത് നിന്ന് പറയുന്നത് അതിലും വലിയ തെറ്റല്ലേ? നിങ്ങൾ ആരാണ്? നേരിട്ട് വാ. ഇത്രയും ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ടും എന്നെ മനസ്സിലാകാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നത് ഏറ്റവും ഭീകരമായ തെറ്റ് തെറ്റ് തെറ്റ്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാതെ പുറകിൽ നിന്ന് മറഞ്ഞിരുന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതാണ് ചോണയുണ്ടെങ്കിൽ ഇനിയും പറ, നിങ്ങൾ ആരാണ്? ഞാൻ കൊച്ചുണ്ണി, കേരളത്തെ കിടുകിട വിറപ്പിച്ച കള്ളൻ, കായംകുളം കൊച്ചുണ്ണി. പുള്ളിയും കൂടെ വരാനുണ്ടായിരുന്നു. വരട്ടെ. വെൽക്കം കൊച്ചുണ്ണി. താങ്ക് യു ഗുരുവേ. വെൽക്കം ടു കോമഡി മാസ്റ്റർ. അടിപൊളി. താങ്ക് യു. ഞാൻ പറയായിരുന്നേ, ഞങ്ങളിവിടെ കൊച്ചു കൊച്ചു കള്ളമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുമായിരുന്നു. നോക്കിയപ്പോ വലിയൊരു മുഴുത്ത കള്ളൻ. ഇനി സൂപ്പർ ആയിരിക്കും. ഇറക്കുമ്പോ കുറച്ച് കൂടിയ മുഴുപ്പുള്ള കള്ളനെ തന്നെ ഇറക്കണ്ടേ? അത് സൂപ്പർ. എന്തായാലും കൊച്ചുണ്ണിയുടെ വരവ് കിടുക്കി. കുതിര എന്തിയേ? കുതിര പുറത്ത് പാർക്ക് ചെയ്തേക്കാണ്. കുതിര തിന്നോണ്ടിരിക്കുകയാണ്. മീറ്റർ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതേ മീറ്ററിൽ മുഴുവൻ നീളം നമ്മൾ അങ്ങ് മെഴുകി പൊളിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ ഷോ ഒക്കെ കാണാറുണ്ടോ? പിന്നെ ഞാൻ തീർച്ചയായിട്ടും കാണാറുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇപ്പം ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലേം കാട്ടിലും പാടാണ്. അപ്പം ഞാൻ സമയം കിട്ടുന്ന സമയത്ത് കാണാറുണ്ട്, ചിരിക്കാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് എനിക്കറിയാം. എനിക്ക് അലീനെ ഇഷ്ടമേ. മനസ്സിലായി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമേ. നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഓളത്തില് ഏറ്റവും കാണാൻ ഇഷ്ടം നമ്മുടെ സ്കിറ്റിന്റെ ഭാഗമാണോ, അതോ നമ്മുടെ ഈ പിള്ളേരൊക്കെ വൈറലായിട്ടുള്ള കണ്ടന്റുമായിട്ട് വരുന്ന അവരുടെ പെർഫോമൻസ് കാണാനാണോ, അതോ വൈൻഡപ്പിലുള്ള എന്റെ ബൈയും ബ്രേക്കും ഒക്കെ കാണാനാണോ? ബൈ ബ്രേക്കും ആണ് എനിക്ക് ഏറ്റവും ഉറപ്പിക്കുന്നത്. അത് അതല്ല, കാരണം തീർന്നു പോയല്ലോ, കഴിഞ്ഞു പോയല്ലോ എന്നുള്ള സങ്കടം. ഇവിടെ നിന്ന് നല്ല നല്ല ചളു എടുത്തോണ്ട് പോയിട്ട് ചളു അറിയാത്ത പാവങ്ങൾക്ക് കൊടുത്താൽ നല്ല ബിസിനസ് ആയിരിക്കും. ഇപ്പൊ ഏതാണ്ട് അടി കിട്ടാതെ ഞാൻ ജീവിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, അടി കിട്ടണം എന്നുള്ളതല്ല, ചിലപ്പോ നിന്നെ കൊന്നുകളയും. ഇല്ല, എന്റെ അടുത്ത് ഡയറക്ടർ വന്നവൻ പറഞ്ഞു, മണിക്കുട്ട ഇവിടെ വന്നിട്ട് പ്രോഗ്രാം ഓൾറെഡി വൈറലാണ്, ഇനി ജഡ്ജസിന്റെ കമന്റ് എയറിലാവണോന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എല്ലാരും കസാര കെട്ടി തൂക്കിയിട്ട് ഞാൻ എൻട്രൻസ് പരീക്ഷ പാസ്സായല്ല. നമ്മുടെ കസേരകൾ ഗ്ലൂ ഇട്ട് ഒട്ടിക്കേണ്ടതായിരിക്കുന്നു. അല്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അത് അവിടെ തൂങ്ങി തന്നെ കിടക്കും. തൂങ്ങി കയറുക എന്നുള്ളത് മാത്രം. എപ്പോഴും മണിക്കുട്ടൻ ചേട്ടൻ എന്ന് പറയുന്നത് എല്ലാ പെമ്പിള്ളേരുടെയും ഹൃദയത്തിൽ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ബിക്കോസ് ഓഫ് യുവർ ലുക്സ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ട്രിം ആയ പോലെ എനിക്ക് തോന്നുന്നു, ഒന്ന് വെയിറ്റ് കുറച്ച പോലെ. അത് എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങൾ വീണ്ടും കേരളത്തിൽ വലിയ വിലയില്ലാതെ വന്നിട്ടുണ്ട്. ഒരു സിംഗിൾ പാക്ക് മതി. പിന്നെ തൽക്കാലം ഒന്ന് സ്ലിം ആയി പോവാന്ന് വിചാരിച്ചു. ചേട്ടാ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ചേട്ടൻ വന്നേല. അപ്പം ചളിയല്ല, കൗണ്ടറാണ്, കള്ളനല്ല. ഒന്ന് നിർത്തണം.
ഒരു കഥാപാത്രം കേട്ടോ, ആണല്ലേ? കഥാപാത്രം വരുന്നത്. അയ്യോ പേടിയാവുന്നു. ഇത്ര നേരം നിങ്ങൾ ഇവിടെ കിടന്ന് കൗണ്ടർ അടിച്ച് കള്ളം പിടിച്ചില്ലേ? ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സീറ്റിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ ആണോ? ആ മഹത് വ്യക്തിയെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അല്ല അതവിടെ അങ്ങനെ കിടന്ന അങ്ങനെ അവിടെ അതെല്ലാം കറക്റ്റ് സെറ്റ് ആയിക്കോളും. നമുക്ക് പോയാലോ? ശരി സാർ, നൈസ് നിങ്ങളുടെ മീറ്റിംഗ് യു. സീറ്റിലേക്ക് നിങ്ങൾ. അപ്പോ മണിക്കൂട്ടാ ഓക്കെ. നമുക്ക് അങ്ങോട്ട് പോവല്ലേ? വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു ചേട്ടാ. കലേശ ഒന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തി. ഹലോ മിസ്റ്റർ, ഇവിടെ എന്തോ വലിയ മഹാസംഭവം നടക്കാൻ പോവാണ്. അതേ മഹാസംഭവം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു മഹാനായ വ്യക്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ മഹത് വ്യക്തിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആരായാലും കൈ അടിച്ചേക്കാം. പല്ല, 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 പല്ല. ഏ? ആരാ അത്? അറിയാവോ? വിഷമിച്ചു വരികയാണ്. വിഷമിച്ചല്ല, ഇവർ പിടിച്ചു വരുന്നോ? ഫിഗർ പിടിച്ചു. എക്സലന്റ്. പൊളിച്ചു. ചേട്ടാ ഈ വെച്ച പോലെ തന്നെ ഒന്ന് ഇറക്കിയിട്ട് വീണ്ടും വെക്കാൻ പറ്റുമോ? അത് നടക്കൂല. താത്തിറക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. എന്നാ വായി നോക്കി നിൽക്കണം, താത്തറത്തി വെക്കണം. കടലയ്ക്ക് നീരാണ്. പിന്നെ ഹെർണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പഞ്ചിന് വേണ്ടി അങ്ങ് ചെയ്യുന്നതേ ഉള്ളു. അല്ല ഇതെല്ലാം അറിഞ്ഞെന്ന് വെച്ചാൽ ആരാ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഉസിരുള്ള ആണുങ്ങളോടെ പേര് പറഞ്ഞ് കൈ കൊടുത്ത് സംസാരിക്കാറുള്ളൂ. ഇത്തിക്കര കക്കി. കക്കിയോ? കൗട്ടിയോ? ഈ പാട്ട സാധനമൊക്കെ മേടിച്ച് അടിച്ചിട്ടാണ് കൗട്ടിയും കക്കിയൊക്കെ നടക്കുന്നത്. നല്ല സാധനം മേടിച്ചടിക്കണം. കക്കിയും കൗട്ടിയും ഒന്നും അല്ല, എത്തിക്കര പക്കി. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അടിപൊളി അടിപൊളി. ഒറ്റ ജീവിതവും ചേട്ടന്റെ കാല് വെച്ച് പെർഫോമൻസ്, എരണിയുടെ ഓപ്പറേഷൻ ഒക്കെ അടിപൊളി. പക്ഷെ കണ്ണാണ് ഭീകരം. ആ വെട്ട് അതെന്തോ പറ്റിയ കണ്ണോ? ആ ചിരിക്കരുത്. ഇല്ല ഇല്ല. 10-30 വയസ്സ് വരെ കള്ളച്ചോറ് എന്ന് ജീവിക്കുമായിരുന്നു. ഒരു പണിക്കും പോത്തില്ലായിരുന്നു. അങ്ങനെ സവിയായിട്ട് അമ്മ കുറ്റിച്ചൂലിന് കുത്തിയതാണ്. ഏതെങ്കിലും പണിയെടുത്ത് ജീവിക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈ മോഷണത്തിന് ഇറങ്ങിയത്. അതുവരെ കള്ളച്ചോറായിരുന്നു. പക്കി തന്നെയല്ലേ? കവാലത്തിന് ഒരു അടിയാൻ വെച്ചേരും. എനിക്ക് 10,000 ശിഷ്യന്മാരുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കെന്നല്ല, തന്നല്ലേ ചോദിച്ചു. അതായത് ഇത്തിക്കര പക്കി എന്ന് പറയുന്ന വ്യക്തി തന്നെയല്ലേ? ഞാൻ ഇത്തിപ്പക്കര പക്കി തന്നെയാണ് ഞാൻ. ഇത്തിക്കര പക്കിയാണ് ഞാൻ. കട്ടപ്പയാണോ എന്നൊക്കെ പറഞ്ഞു വരുന്ന വഴിക്ക് ആൾക്കാര്. ആര് പറഞ്ഞു? കുട്ടി പറഞ്ഞു. എനിക്ക് തോന്നി എന്റെ കണ്ണിനാണോ പ്രശ്നം? ആ പെണ്ണിന്റെ കണ്ണിനാണോ പ്രശ്നം? മിസ്റ്റർ മാന്യമായിട്ട് സംസാരിച്ചോ. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് അടവുകളും ഒളിപ്പോരുകളും കണ്ടുപിടിച്ചോണം. ഈ ഒളിപ്പൂരിനകത്ത് ഈ ഒളിപ്പൂരെന്താണ്? ഒളിപ്പോരെന്താണെന്നോ? അല്ലേ, അതറിയാനൊരു ആഗ്രഹമില്ലേ? പിന്നെ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാ? നമ്മൾ ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശത്രുപക്ഷത്ത് ഒരുപാട് സൈന്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അന്താളിക്കും, ഒന്ന് ഊക്കളാന്തിക്കും. അത് ഭയം കൊണ്ടാണ്. ആ ഭയം വരുന്ന സമയത്ത് നമ്മൾ തലവൻ സേനാനായകൻ പോയി ഒളിച്ചിരിക്കും. ഒളിച്ചിരിക്കുമ്പോ ഇതൊന്നും അറിയാതെ നമ്മുടെ കൂടെ വരുന്ന കിഴങ്ങന്മാര് ചെന്ന് ചാടിക്കൊടുക്കും. അപ്പൊ അവരെ നമ്മൾ ഒളിച്ചിരുന്നോണ്ട് ഇഞ്ഞ പോരെ എന്ന് വിളിക്കുന്നതിനാണ് ഈ ഒളിപ്പോരെ എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി പോയി ഒരു കണ്ണ തുറന്നല്ലോ. അത് ഇടയ്ക്ക് അങ്ങനെ അമ്മ കുത്തി ഈർക്കില്. അത് ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളൂ. നമ്മള് ഡയലോഗ് ശ്രദ്ധിക്കുമ്പോ ഓപ്പൺ ആയി. പിന്നെ അതുപോലെ ഈ പൂട്ടുകളുണ്ടല്ലോ. പൂട്ടുകളുണ്ട്, പലതരമുണ്ട്. ഗോതമ്പ് പൂട്ടുണ്ട്, അരിപ്പൂട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ധാന്യങ്ങളുടെ ഒരുപാട് സംഗതി ഇറങ്ങുന്നുണ്ട്. പക്കി എന്തോ പൂട്ടിന്റെ കാര്യം, പുട്ടിന്റെ കാര്യമല്ല, പൂട്ടില്ലേ, പല കത്രിക പൂട്ട് എന്നൊക്കെ പറഞ്ഞ പൂട്ടില്ലേ? ഇതൊക്കെ വെറുതെ പറയാം. നീ കത്രിക പൂട്ട് കണ്ടിട്ടുണ്ടോ? കത്രിക പൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് ആരോ എന്തൊക്കെയോ പറയുന്നു. കത്രികയുടെ കൂട്ടിരിക്കുന്ന പൂട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗോദ്രജിന്റെ പൂട്ട് നീ കണ്ടിട്ടില്ലേ? ചുമ്മാ പറയുന്നതാണ് ആൾക്കാര്. ഈ കായംകുളം കൊച്ചിനിയുടെ ശരിക്കുള്ള ഫിഗർ അവിടെ വേറൊരു ഫിഗർ ഇരിപ്പുണ്ട്. ആ ശരിയാണല്ലോ. കണ്ണ് വരൂ. എന്നാലും വരാൻ പറ്റൂ. അല്ല ഇതെന്തോ ഈ സാധനമൊക്കെ എന്തോ ഇവിടെ ഇതെന്താണ്? ഇത് കുറെ അടവുകളാണ്. കാണിച്ചു കൊടുക്കാൻ മണിക്കൂർ മാസം ഉണ്ടാവുന്നു. പിടിക്കും. സൂക്ഷിക്കണേ. മൂർച്ച ഈ സൈഡിൽ നിൽക്കുക, അല്ലെങ്കിൽ കണ്ണ് കാണാത്തോണ്ടേ വെട്ടി ചെന്നാ പിന്നെ വെട്ടി. ആ സമയത്ത് ഞാൻ കണ്ടിഞ്ഞെടുക്കും. എനിക്ക് വെട്ട് കിട്ടും. തുടങ്ങാം. എന്താണ് വാൾ പ്ലേറ്റ്? ഏത് പ്ലേറ്റ്? ഇനി കായംകുളം ദേശത്തിന് ഒറ്റ നിയമമേ ഉള്ളൂ. അത് കൊച്ചുണ്ണിയുടെ നിയമമാണ്. തീരാണ്, അധികം ബുദ്ധിമുട്ടിക്കരുത്.
എന്റെ ദൈവമേ. അയ്യോ ആള് മാറിപ്പോയി. സോറി ആള് മാറിപ്പോയി. അയ്യോ എനിക്ക് ആള് മാറിപ്പോയി. ശരിക്കും ചൂടാക്കടാ. ഇത് കുറെ നേരമായിട്ടേ ഇത് ഈ കൈക്ക് മസിൽ ഇതുണ്ടാകാനല്ലേ, ഈ തഴമ്പുണ്ടാകാൻ വേണ്ടിയല്ലേ ഇത്? കൈക്ക് തഴമ്പുണ്ടോ? ഇതെന്താ സാധനം? മണല് പഴിപ്പിക്കുകയാണ്. മണൽ ഇങ്ങനെ പഴിപ്പിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്, എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തിളക്കാൻ പറഞ്ഞു. അവിടെ ഇളക്കിക്കോളും. നല്ല ചൂടുണ്ടേ? നല്ല ചൂട്. പൊള്ളരുത്. ഓ അജയൻ ചേട്ടാ ഭയങ്കര ചൂട്. നല്ല ചൂടായോ? നല്ല ചൂടായി. ചൂടായെങ്കില് ഇതിട്ട് ഇളക്കിയിരുന്നുള്ളൂ. നല്ല പറയണം. ഇളക്ക് കൈ തഴമ്പ് വരട്ടെ. പ്രോട്ടീൻസ് ഉണ്ടല്ലോ, പ്രോട്ടീൻസ്. അതിനകത്ത് പ്രോട്ടീൻസും കൂടെ കൈക്ക് വരാൻ വേണ്ടി. എനിക്ക് എന്താ വെച്ച് എന്നെ കളിയാക്കുന്നോ എന്നൊരു ഡൗട്ട്. ഒരു ഒരെണ്ണം എടുത്ത്. റിങ്ങോ? ആ ഒരെണ്ണം എടുത്തല്ല. ഓക്കെ പാകമായിട്ടുണ്ടോ? ഇനി നല്ല ചെറിയ പേപ്പർ എടുത്തിട്ട് കുമ്പിള് കുത്തി 10 രൂപ കണക്കിന് ഓരോ പൊതിയാക്കി വെക്കണം. കപ്പലണ്ടി കച്ചവടോ? പിന്നല്ലാതെ ഇതായിരുന്നു ക്ലൈമാക്സ്. പക്ഷേ നിങ്ങൾ ചിരിക്കാത്തോണ്ട് എന്ത് ചെയ്യണമെന്നറിയാം. ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. രണ്ടും കൂടെ വന്ന് എന്നെ കൊണ്ട് കപ്പലണ്ടി കച്ചവടം ചെയ്യിക്കാൻ വന്നതാണ്. ഞാൻ ആരെന്ന് വിചാരിച്ച് ഞാൻ ഇടഞ്ഞ ഉണ്ടല്ലോ. ശരിക്കും ഇടഞ്ഞാലേ കപ്പലിന്റെ വെളി വരത്തുള്ളൂ. ഞാൻ ഇടഞ്ഞ ഉണ്ടല്ലോ. വേണ്ട എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ആലോചിച്ച് തുടങ്ങിയത്. കപ്പലണ്ടി 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 പടവ് കുറവാണ്. കപ്പലണ്ടി 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 കപ്പലണ്ടി. മുതലാളിന്ന് പേരൊക്കെ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ തന്നെ. ഇവിടെ മൊത്തം 7 സ്റ്റാഫ് ഉണ്ട്. അതിൽ 6 പേര് ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ലീവ് എടുത്തങ്ങ് പോയി. ദൈവത്തിന്റെ കാര്യമില്ലേ, പോരെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇവിടെ ആകെയുള്ള ഒരുത്തനാണെങ്കിൽ കളക്ടറെ പവറും, അവനെ ഒന്നും പറയാൻ പറ്റൂല. നമ്മളാ സ്റ്റീഫന്റെ അടുത്തുനിന്ന് ഒരു സ്റ്റാഫിനെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഒരു സ്റ്റാഫ് ഇന്നെങ്കിൽ വരും. അങ്ങനെയൊക്കെ അങ്ങ് പോണ്. ഇത്രതറിയ എന്തോന്ന് പോലത്തിയത്? ഈ കാര്യം പിടിയിട്ടേ ഇത്രയൊക്കെ ഉള്ള മാറ്റർ കഴിഞ്ഞ് അതിന് പോകാൻ നോക്ക്. എനിക്ക് ഉറക്കം കഴിയാൻ പറ്റൂല നൈറ്റ്. എടാ നിന്റെ ജോലിയും കൂടെ ഇപ്പൊ ഞാനാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് നാളെ പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. നാളെ പോയിട്ട് എന്ത് കാര്യമുണ്ട്? നാളെ എനിക്ക് എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ. നിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞല്ലേടാ? അത് വേറെ ആഴ്ച, ഇത് വേറെ ആഴ്ച. നിനക്ക് എത്ര അച്ഛന്മാരാണ്? കുത്തി കുത്തി ചോദിക്കണം. അതല്ല നീ എത്ര രൂപ അഡ്വാൻസ് മേടിച്ചേക്കണം നമുക്ക് അറിയാലേ. ഈ അഡ്വാൻസ് മേടിക്കുന്ന പൈസക്കെങ്കിലും എന്തെങ്കിലും ജോലി ഇട്ട് പോടാ. നിന്റെ പെങ്ങളെ കല്യാണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം നിന്റെ 5000 രൂപ മേടിച്ചെന്നെ. ഇന്നലെ ഞാൻ അറിഞ്ഞായിരുന്നു നിന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായിരുന്നു. ആ 5 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇവിടെ ജോലിക്ക് ഉണ്ടായിരുന്നാ? എനിക്ക് കടം വാങ്ങിക്കാൻ പറ്റുമോ? അവനാണ് ഇന്ന് വാങ്ങിച്ചോ. ഞാൻ വർക്കിംഗ് ഡ്രസ് ഒക്കെ എടുത്ത് ഞാൻ പോണു. എടാ മോലാലെ പിഴിഞ്ഞിങ്ങനെ ജീവിക്കാരിടാ. മോലാളി അതല്ല മോലാളി, എനിക്ക് ഉറക്കം, എനിക്ക് BP ആണ്. BP എനിക്ക്. കള്ളത്തരം പറയരുത്. സത്യം ഒന്ന് കള്ളത്തരം പറയരുത്. എനിക്ക് വയ്യ, ഞാൻ പോണ്. നിന്റെ കാല് പിടിക്കണം. ഞാൻ പോണു, എനിക്ക് വയ്യ. നീ പോണെങ്കി പോടാ. നീ പോണെങ്കി പോ. നീ പോയാലും കുഴപ്പമില്ലടാ. ഇന്ന് പുതിയ സ്റ്റാഫ് വരും. ഞാൻ ആ സ്റ്റാഫിനെ വെച്ചോണ്ട് ഈ പമ്പ് എങ്ങനെ നടത്തിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം. കാണിച്ചാ മതി. സ്റ്റാഫ് വരട്ടെ. കാണാ പുതിയ സ്റ്റാഫ്. സാറേ നമസ്കാരം. ചീഫൻ പറഞ്ഞോട്ടത്? അതെ സാർ, ലവ്ലി. ലവ്ലി നല്ല പേര്. താങ്ക് യു സാർ. രാത്രിയിലൊക്കെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ? രാത്രി ജോലി ചെയ്ത് എന്താ കുഴപ്പം സാർ? അല്ല പെൺകുട്ടികളാവുമ്പോഴേ എങ്ങനെ നിർത്തൂല? അതിനൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല സാർ. ഒരു പേടിയില്ല. ഇല്ല, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സത്യം ഇതാണ്. ഇങ്ങനത്തെ കുട്ടികളാണ് ഇന്ന് ഈ നാടിന് ആവശ്യം. എന്നും കരുതി ഇവിടെ കിടന്ന് അഹങ്കാരം കാണിക്കാനോ ചിരിക്കാനോ നിന്റെ മേക്കപ്പ് കാണാനല്ല ഇവിടെ ആലോചിക്കുന്നത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നീ പോയില്ലായിരുന്നു? ഞാൻ അവിടെ പോവാൻ. അപ്പൊ നിനക്ക് എന്താ ലീവ് വേണമെന്ന് പറഞ്ഞു? ആര് പറഞ്ഞു? നിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ അല്ലേ? അച്ഛൻ ഞാൻ തരും ഡോക്ടർ അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്യും. നിനക്ക് BP എന്ന് പറഞ്ഞു? BP എന്ന് പറഞ്ഞാൽ ഭാരത് പെട്രോളിയം. അതാണ് എന്റെ ഇതിൽ കൂടെ ഓടുന്നത്. രക്തമല്ല. പോണില്ലേ? എവിടെ പോവാൻ? ഈ കൊച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും കൂടെ ജോലി കേട്ടാ. ലിഫ്റ്റിക് ഒക്കെ ഇട്ടാണ് രാത്രി പമ്പില് ജോലിക്ക് പറഞ്ഞത്. ഇവിടെ ജോലിക്കാരൊക്കെ വരും, ലോറിക്കാരൊക്കെ വരും. അവരൊക്കെ കിണിച്ചോണ്ട് അടിച്ചു. ഓ ചേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞില്ല. ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ പെമ്പിളടുത്ത് ചൂടാവൂലല്ലേ? ഓ ചേട്ടാ, നല്ല വിഷമമുള്ള മുഖമാണല്ലോ തന്നെ ചേട്ടാ. എനിക്ക് ഭയങ്കര വിഷമമാണ്. അതാണ്, എനിക്ക് ഈ വിഷമമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ എനിക്ക് അറിയാം. തന്നല്ലേ? അറിയാം, നല്ല വിഷമമുണ്ട്. ഉണ്ട്. അത് തന്നെ, ആ കണ്ണ് കാണുമ്പോ എനിക്ക് അറിയാം നല്ല വിഷമം. പിന്നെ അയ്യോ ഇത് ഇവിടുന്ന് കോവളത്തിന്ന് വാങ്ങിച്ചത്? അല്ലെന്നേ, ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് അയ്യോ നല്ല ഡിസൈൻ കേട്ടാ. പിന്നെ ഈ പമ്പിനൊരു പ്രത്യേകത ഉണ്ടേ. രാത്രിയാണേ 12 മണിയാകുമ്പോ കാറുണ്ടാക്കാ പോകും. ചേട്ടാ. അപ്പൊ ഇപ്പൊ പിടിക്കുമ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിക്കും.
പേടിച്ചോ? കടിക്കൊക്കെ ചെയ്യും ഇങ്ങനെ. എനിക്ക് ഒരു കുഴപ്പമില്ല ചേട്ടാ. തന്നെ? കറണ്ട് പോണ സമയത്തേ ഞാൻ തീപ്പെട്ടി എടുക്കും. ദീപട്ടി എടുത്തിട്ട് ക്യാൻഡൽ ഡിന്നർ. എന്നിട്ടേ ഞാൻ 100 രൂപയുടെ പെട്രോൾ വാങ്ങിക്കും. പെട്രോൾ എന്തിനു വാങ്ങിക്കണത്? എന്തിന്? എന്നിട്ട് ഞാൻ നിന്നെ നിർത്തി കത്തിക്കും. ചുമ്മാ. സത്യം. അരഹോജി, അരഹോജി, ആ ഇവിടെ കിടന്ന സൈക്കോ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അല്ല ചേട്ടാ എന്തിനു ദേഷ്യപ്പെടുന്നത്? സാർ വന്നില്ലല്ലോ. ആറ് വരെയുള്ള എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം ദേഷ്യപ്പെട്ടു അങ്ങോട്ടില്ല. പെട്രോളിന്റെ സൈഡിലോട്ട്. ചേട്ടാ ഒന്ന് മിണ്ടട്. എന്തോന്ന് ഇങ്ങനെ പെടങ്ങണം? നമ്മൾ ഒരുമിച്ച് നിക്കണല്ലേ? കിടക്കണത് അണ്ടി ആപ്പീസ് ഓർണ വണ്ടിയല്ല, സ്റ്റേഷനിൽ ഓർണ ജീപ്പാണ്. 4 ദിവസമായി ഡീസൽ അവിടെ കിടക്കണം. എന്റെ സ്വാതന്ത്ര്യം ശരിക്കറിയല്ല. ഞാൻ മാന്യം മര്യാദയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയും, ഡീസൽ അടിച്ചാടെ. തരൂല സാറേ, തരൂല. തരൂലെന്ന് എങ്ങനെ തരും? 3 മാസം ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് 26,000 രൂപ നമ്മൾ അവന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവൻ തരൂല. ആ കൊച്ചിൻ്റെയോട് സാർ ചോദിച്ചു. ചോദിച്ചോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ആ സാർ. പുതിയതാണല്ലേ? പുതിയത് ഇപ്പൊ ജനിച്ചങ്ങോട്ട് വീണേ ഉള്ളൂ, ഫ്രഷ്. അയ്യോ ഭയങ്കര കോമഡി. ഈ കോമഡി നോട്ട് ചെയ്തോ, ഗ്രൂം ചെയ്തെടുക്കാറുണ്ട് കേട്ടാ. ആദ്യമായിട്ടാണല്ലേ? ആ സാർ. എത്ര രൂപ വരുമാനം ഉണ്ട് ഇവിടെ? ഒരു 10-15,000 രൂപ ശമ്പളം കിട്ടും. ഉണ്ട്. ഭർത്താവിന് ജോലിയുണ്ടോ? ഓട്ടോ ഓടിക്കുന്നു. അപ്പൊ ഒരു വീട്ടിൽ 2 വരുമാനം. മാമ ഒരു ഐഡിയ പറഞ്ഞുതരാം. ആ ഭർത്താവിന്റെ വരുമാനം ചെലവാക്കണം, ഓ മോളെ വരുമാനം സേവ് ചെയ്യണം. ആ എന്നിട്ട് ഈ മാസം സേവ് ചെയ്യുമല്ലോ, ആ. അതിൽ നിന്ന് 5,000 രൂപ നേരത്തെ ഇവിടുത്തെ പമ്പിന്റെ മോലെടുത്ത് പറഞ്ഞേ, അതിൽ നിന്ന് 5,000 രൂപ എടുത്ത് ആ ജീപ്പിൽ ഡീസൽ അടിച്ചു തരുമോ പ്ലീസ്? തരൂല. ശമ്പളം ചോദിച്ച ആരെങ്കിലും തരുമോ? ആ കൊച്ചിന്റെ വളയുണ്ട്, അത് ചോദിച്ചു. നൈസിലെ ചോദ്യം. വളയെ മാറ്റോണ്ട് ഓടിയാലേ നമുക്ക്. നമ്മള് പോലീസാണ്, കള്ളനല്ല. വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചോക്കാം. കയ്യിലും കാലിലൊക്കെ വളയം മുതലൊക്കെ ഉണ്ടല്ലോ. മാമന് ഡീസൽ അടിക്കാൻ പണയം വെക്കാൻ ഒരു വള ഊരി തരുമോ? ഒരു വളയുള്ളൂ, ആ. പക്ഷെ തരൂല. തരൂലെന്നല്ലേ? ഒരു വള കിട്ടിയിരുന്നെങ്കിൽ. നീ നേരത്തെ പറഞ്ഞ കോമഡിക്ക് കേട്ടാ, പോലീസെടുത്ത് കോമഡി എടുക്കാൻ പറ്റരുത്. പിന്നെ നോട്ട് ചെയ്ത് വെച്ചോ, ഭയങ്കര കോമഡിക്കാരനാ. എഴുതി എടുത്തിട്ടുണ്ട്. എഴുതെടുത്തോ. സാറേ എന്റെ കുഴപ്പമല്ല, ഇവിടുത്തെ ഓണർ പറഞ്ഞു സാറിന് ഡീസൽ തരില്ല. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ മൊലാളി വിളിയാ. വേണ്ട, ആ വന്ന ഒട്ടും തരൂല. ഞാൻ എങ്ങനെയും കാല് പിടിച്ച് വരുന്ന വാങ്ങിച്ചോളാം കേട്ടാ. സാർ എന്താ സാറ് പറഞ്ഞ? എന്റെ മൊലാളി സാറിന് തരൂല. സാറിന് അദ്ദേഹത്തിന് മനസ്സറിഞ്ഞൂടാത്തോണ്ട് ഇന്ന് രാവിലെ കൂടെ ഈ സാറിനെ കുറിച്ച് എന്റെ മൊലാളി എന്റെ അടുത്ത് പറഞ്ഞെന്ന് അറിയാമോ? ഒരുപാട് അറിയാം. ഈ പരിസരത്ത് അടുപ്പിക്കല്ലോ. സത്യം ഞാൻ പറഞ്ഞത്, സത്യം സാറേ, ഞാൻ സത്യം ഞാൻ കേട്ടാണ്. ഇത് ചെവിയാണ് എന്റെ കേട്ടാണത്. നിന്റെ മൊലാളി എവിടാ? മൊലാളി, മൊലാളി സത്യം മൊലാളി നിന്നിട്ട് കാര്യമല്ല. 26,000 രൂപ തരാതെ തരൂല. ഈ കിടക്കുന്ന അണ്ടി ആപ്പീസ് അല്ല, പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ്. 26,000 തരാറുണ്ട്, പക്ഷേ 2 ലിറ്റർ ഡീസൽ അടിച്ച് തരണം. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറയാൻ ഡയലോഗ് അല്ലേ? ഈ ഡയലോഗ് അല്ലേ സാറിന്റെ വായത് 5-6 ദിവസം കൊണ്ട് കേട്ടോണ്ടിരിക്കണം. ഞാൻ കാണാതെ അങ്ങ് പഠിച്ച്. എന്നാ ഈ പമ്പയിൽ നിനക്ക് ഡീസൽ തരൂല. ആ ഇത് ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ലേ? നിനക്ക് വലിയ ഡയലോഗ് പറയാൻ അറിയില്ലേ? എനിക്ക് ചെറിയ ഡയലോഗ് പറയാൻ അറിയാം കേട്ടാ. സാർ ഒന്ന് ഈ ജീപ്പ് കൊടുത്ത് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അടിച്ച ഡീസലിലെ പൈസ കൂടെ കൊണ്ടുവരണം. എന്തെങ്കിലും തീരുമാനിക്കും. 2 മാസം കൂടി ഉള്ളു ഞാൻ റിട്ടയർഡ് ആവാനായിട്ട്. തന്നെ കൺഗ്രാജുലേഷൻ. അതല്ല ഞാൻ പറയാൻ വന്നത്. 2 കള്ളന്മാരെ ഒരു ഒളിസംഘത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അവന്മാരെ പിടിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും. ഈ സർവീസിൽ ഇറങ്ങി പോകാൻ പറ്റൂല. സാറേ ഞാൻ ഒരു ഉപദേശം തരാം. സാറ് സത്യം പറഞ്ഞ് ഇതൊക്കെ നിർത്തിയിട്ട് കള്ളക്കടത്തിലും റിച്ച് ആയിട്ട് ജീവിക്കാം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഒരു കൊള്ള സംഘത്തിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സാർ എന്നെ കൂടെ കൊണ്ടുപോകും സാർ. ഞാൻ അവിടെ പകം വെക്കാൻ പോണല്ല, കൊള്ള സംഘത്താണ് പോണത് കേട്ടാ. എന്തെങ്കിലും പറയാൻ സപ്പോർട്ട് ചെയ്താൽ പകം വെക്കില്ല, അങ്ങനെ നിൽക്കണം. സാറിന് പൈസ ഇല്ല സാറേ? സാറിന് പൈസ ഇല്ലേ? പൈസ എവിടെ? സാർ ഈ പമ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് പാവപ്പെട്ട പയ്യന്മാരെ പെറ്റി അടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. 10-30 500 രൂപ ഞാൻ അടിച്ചു കൊടുക്കണം. മെനിഞ്ഞാന്ന് എന്റെ കീച്ചേനെ പാവയ്ക്ക് പാവാടയല്ല നഗ്നത പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞോണ്ട് എന്റെ 1000 രൂപ വെച്ചു. അതൊക്കെ മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞിട്ട് ഒരു പട്ടിയുടെ മുമ്പ് ഇത് ഇറക്കണ്. അല്ല ഒരു പട്ടിയെ പോലെ ഇന്ന് ഇറക്കണ്. കാല് പിടിക്കാം, ഡീസൽ അടിച്ചു തരുമോ പ്ലീസ്? എത്ര കാല് പിടിച്ചിട്ടും കാര്യമില്ല, അടിച്ച് തരൂല. ഞാൻ താണ്ട ഒരു പ്രാവശ്യം കൂടി ചോദിക്കും. ഉച്ചത്തിൽ തരുമോ ഇല്ലെന്ന് കറക്റ്റായിട്ട് പറയണം. പറഞ്ഞോ. ഈ ജീപ്പിൽ ഡീസൽ അടിച്ച് തരുമോ ഇല്ലേ? ഇല്ല. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. താങ്കൾ വിജയിച്ചിരിക്കുന്നു. എടാ ഒരു പെട്രോൾ പമ്പിനെ മുകളിൽ കഴിഞ്ഞാൽ വാക്കിന് വില വേണം. ഇത്രയും അച്ചച്ചട വാക്ക് പറഞ്ഞ ഒരാൾക്ക് ഞാൻ മുകളിൽ പറഞ്ഞ അവാർഡ് വാങ്ങിച്ചു തരും. ഈ അവാർഡ് ഡൽഹി വെച്ച് തരും. ഡൽഹിയിൽ. അപ്പൊ അതുകൊണ്ട് ഇന്നേ പോണം. അതുകൊണ്ട് നേരത്തെ പെട്രോൾ അടിക്കണം. വന്ന് ആ ജീപ്പിൽ ഇത്തിരി ഡീസൽ അടിച്ചാ. ഈ അവാർഡ് എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ IG വിളിക്കും. ഏതാ ജിയെ വിളിക്കും? തമ്പാന്റെ വരെ കുപ്പ് കിച്ചൺ നടത്തണ ഷാജി. ഇനി അവരെ വിളിച്ചോണ്ട് ഒരുമിച്ചിരുന്ന് അടിക്കും ഇവിടെ പമ്പിൽ. എടാ ആജി അല്ല, IG എന്റെ മേലധികാരി. പമ്പിൽ ഫോൺ ചെയ്യാൻ പറ്റൂല. പമ്പിൽ ഫോൺ ചെയ്യാൻ പറ്റൂല. ഞാൻ വിളിക്കും. പമ്പിൽ ഫോൺ ചെയ്യാൻ റേഡിയേഷൻ ഉണ്ടാവും. വിളിച്ചു കഴിഞ്ഞാ ഞാൻ ഫോൺ എടുത്ത് ലൈവ് ഇടും. കണ്ട അവളെ സ്വഭാവം സ്വന്തം ഭർത്താവിനെ അടിച്ചെടുത്ത് കെറ്റിയിട്ടോളാണ്. ചുമ്മാ ചുമ്മാ ഒന്നുമല്ല, ഉള്ളത് തന്നെ.
ഓഹോ എനിക്ക് ഒരുത്തന്റെ ഓശാരം വേണ്ടടാ. എനിക്ക് എന്തോന്ന് എനിക്കറിയാം. SI സുധർമ്മനെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ഞാൻ കേട്ടാ. എടേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഓണം ആയാലും സംക്രാന്തി ആയാലും കോഴിക്ക് കിടക്കപ്പുറതിയിൽ എന്ന് പറയും പോലെയാണ് പോലീസിന്റെ അവസ്ഥ. എന്ത് വിശേഷം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഉറക്കമില്ല. നമുക്കുണ്ടേ കുടുംബങ്ങളൊക്കെ. അല്ല സാറേ, ഇതൊക്കെ നമ്മളോട് പറയണ എന്തിനാ? ആരെങ്കിലും ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഒന്ന് വൈറലായി പോട്ടെ. പോലീസിന്റെ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞോളൂ ചിലപ്പോ ആരാ ഇത്? മക്കളെ ഒരു പടുവൃദ്ധനാ. പടുവൃക്ഷമല്ല പടുവൃദ്ധൻ. ഈ വൃദ്ധന്റെ ശബ്ദം എവിടെയോ. മാമന് വിശന്നിട്ട് വയ്യ. ശരി ഡീസൽ അടിച്ച് തരുമോ? ഡീസലാണോ നാരങ്ങ വഴി വെച്ച് കുടിക്കണം? അതല്ല, മാമന്റെ കാളവണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി മക്കളെ. കാളയ്ക്ക് കാണിക്ക് വരെ ഡീസൽ കൊടുക്കോ? അല്ല വിളക്ക് കത്തിക്കാനാ. അല്ല ഇതേ ശബ്ദമുള്ള ഒരു മാമൻ നേരത്തെ ഒരു 26,000 രൂപ തരാവുണ്ട്. മാമൻ മക്കളെ ആ മാമൻ അയ്യോ സിഎമാണ്. വണ്ടി എടുക്കൂ. ആ മാമനാണ് തുണിയില്ലാതായിരിക്കണം. സാറേ ആക്ടിങ് ഇവരുന്നായിരുന്നു, പക്ഷെ കോസ്റ്റ്യൂം കറക്റ്റ് ആയില്ല. ആര് കോസ്റ്റ്യൂം തന്നത്? തരൂല സാറേ. ഞാൻ അറിയാൻ തന്നെ ചോദിക്കാൻ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. 200 ഡീസൽ അടിച്ചതാ. റിട്ടയർഡ് ആവണതിന് മുമ്പ് ഞാൻ അനക്കെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേഷൻ കൊണ്ടിട്ട് തരൂല തരൂല തരൂല. തരൂല ഉറപ്പിച്ച് അല്ലേ? ഐഡിയ ഉണ്ട്. ഇങ്ങോട്ട് വാ, നമുക്ക് ഒരു ചെറിയ പെറ്റി അടിച്ചു കൊടുക്കാം. പൈസ തരാതിരിക്കൂലല്ലോ. ഇങ്ങോട്ട് ഡീസൽ അടിച്ചാലോ ഇല്ലേ? ഇല്ല ഞാൻ തരൂല. ഉറപ്പാതെ ഉറപ്പ് ഞാൻ ഉറങ്ങും. ഈ കൈഞ്ഞോട്ട് നീക്കി പോയി. ഈ കൊച്ചിന്റെ കൈലടിച്ച സത്യം ചെയ്, ഡീസൽ തരുമെന്ന്. സത്യം ഞാൻ ഡീസൽ തരൂല. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ പമ്പിൽ വെച്ച് അനാശാസ പ്രവർത്തനം കാണിച്ചേരെ. അയ്യോ, അത് ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ. കാണിച്ചില്ലേ? ഇല്ല. നമ്മളെ പെട്ടെന്ന് കാണില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്യാം. CCTV കൊണ്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ അതും പൊളിഞ്ഞ്. വേറെ ഏതെങ്കിലും പെറ്റി ഉണ്ടെന്ന് നോക്ക്. ഉണ്ടല്ലോ, പെറ്റി ഉണ്ടല്ലോ. എന്ത് പറ്റി? നമ്മുടെ പോലീസുകാരുടെ ജീപ്പ് 5 ദിവസം ഇവിടെ തടഞ്ഞു വെച്ചതിനും പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 26,000 രൂപ പെറ്റി. 26,000 പോലീസുകാരടുത്ത് ഉടക്കല്ലെന്ന് 26,000 രൂപ തന്നെ ഇങ്ങോട്ട് തരാനുള്ള. അതെല്ലാം കൂടെ അവര് പെറ്റിയെടുത്ത് വാങ്ങിച്ചേണ്ട. ഈ പൈസ കൊടുക്കണ 26,000. അപ്പൊ ഈ 26,000 ഇപ്പൊ ഞങ്ങൾ പെറ്റിയായിട്ട് തന്നു കഴിഞ്ഞാൽ സാറ് ഡീസൽ അടിച്ച് ഞങ്ങൾ കള്ളനെ പിടിക്കാൻ പോകും. 26,000 തരണം. പൈസ ഈ പെറ്റി ഇത് ഞാൻ കോടതിയിൽ അടച്ചോളാം. നിങ്ങളുടെ കാല് പിടിക്കാം. എങ്ങനെ ഡീസൽ അടിച്ചതാ? ആ കള്ളന്മാരെ പിടിച്ചത് എന്റെ പണി പോവും. റിട്ടേൺ ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാറിന് ഇപ്പൊ കളറെ പിടിക്കാൻ ഒരു വാഹനം വേണം. ഡീസൽ അടിക്കാൻ പറ്റൂല. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ് ഇപ്പൊ തരാം. ഉഗ്ര ഒരു വണ്ടി നമ്മളെ മുതലാളി തരും. ഇതാകുമ്പോ ഡീസൽ വേണ്ട, പെട്രോളും വേണ്ട. ഒള്ളി മാമർ കേറുക, ചവിട്ടുക, കളറ് പിടിക്കുക, പൊണ്ടുപോലും മേടിക്കുക. നോക്കിയ വണ്ടി കയറൂ. പരിപാടി എന്റെ അമ്മോ കേട്ടാ. അതിന് കൈയടിക്കണം. സൂപ്പർ സൂപ്പർ. ഒഴിവ് സമയത്തൊക്കെ ഇതാണോ പരിപാടി? ഞാനേ സെന്ററിൽ വരുമ്പോ ഒന്ന് പറയണേ. ആയിട്ടില്ല. ബാക്കിലോട്ട് വരിക. നല്ലൊരു കൈയടി തരുമോ? മതി സെൻട്രായി. ആ കലേഷ മേടിച്ചോടാ. അറിയാൻ വന്നാ മേടിച്ചോ. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. താഴെ ഇടല്ലേ. മേടിച്ചോ. കള്ളപ്പണി എവിടെ കള്ളപ്പണിയാണ്. താങ്ക് യു. ഉള്ള കള്ളത്തരം മുഴുവൻ കാണിച്ച് ബാക്കി ഡയലോഗ് ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ നോക്കിയ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ പറ്റി ഹാൻഡ് ബാലൻസിങ്. ബാലൻസ് തെറ്റിയാണ്. അത് വെച്ചിരിക്കുമല്ലായിരുന്നു. അത് പിടിച്ചോണ്ട് വന്നപ്പോ ലിബർട്ടി സ്റ്റാച്ചുവിന്റെ ഒരു കട്ടുണ്ടായിരുന്നു. പാടത്തൊക്കെ സൈഡിലിരിക്കുന്ന എങ്ങനെ നന്നാവാനാ? വീട്ടിലുള്ളവർ തന്നെ ഇങ്ങനെ പറഞ്ഞ് അടിച്ച് കുഴിയിട്ട് അതിന്റെ അകത്ത് താത്തിയിട്ടുള്ളവരെ ആ കുഴി നോക്കിട്ട് പറയും അടുത്ത് കയറി വാ എന്ന് പറയും. വീട്ടിലുള്ളവരെ പോലും ഇങ്ങനെ പറ്റിക്കുന്നത്. അത് അങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതെ അങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ വെച്ചില്ലേ കൈ, അതിനൊരു കൈ. അത്രേ ഉള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ലിങ്ക് ഓഫ് ദ ലിങ്കിനാണ് ഞാൻ ഈ കാര്യം ചെയ്തെന്നുള്ള ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല,
പ്രവൃത്തികളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓ, അത് ശരി. ഒരു കിട്ടിക്കാച്ചി അഡാർ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ പോലെ ഉഡായിപ്പൊന്നും അല്ല, ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉള്ള അഖിലാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ വേദിയിൽ പങ്കിടാൻ വരുന്നത്. അഖിലിന്റെ ആ ബാലൻസിങ് സ്കിൽ കണ്ടാലോ? പിന്നെന്താ കാണാം. ലെറ്റ്സ് വെൽക്കം അഖിൽ റാസി. അടിപൊളി, സൂപ്പർ. എടുക്കാൻ പോണോ? ഓ ആ, ഇതൊക്കെ മണിക്കൂറിന്റെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ്. ആ, രാവിലെ കയറാൻ പോവാ. അയ്യോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇടാൻ പോവാണോ? പോവും പതുക്കെ പതുക്കെ. ടെൻഷൻ ആവുന്നു. ഈശ്വരാ, അത് കിടക്കി. ഓ അത് എത്ര മതി, കേറിയല്ലോ തല കയറി. അതെ, ഞങ്ങൾക്ക് ഉറപ്പായി. എടുക്കണ. സൂപ്പർ സൂപ്പർ. അടിപൊളി. ആണോ ചെരുപ്പ് കൂടുന്നോ? Are you serious? ഓ മര്യാദക്ക് ഷൂസ് ഇട്ടാ പോരായിരുന്നു അല്ലേ? അയ്യോ, അല്ല, ഇതിൽ ഏതായിട്ടാണ് ദേവി ചേച്ചി ട്രൈ ചെയ്യാൻ പോകുന്നത്? ബനിയന് വരുന്നത്. അതാണ് എനിക്ക് താല്പര്യം. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? ആ സാധനം ബാലൻസ് ചെയ്യുന്നത് നോക്കിക്ക, അതിന്റെ ഇപ്പുറത്തെ സൈഡ് വെച്ചാണ്. ആണ്ടെ 2 ദിവസമായോ? നോക്കണേ, കേഫുൾ. ബലൂണും ബക്കറ്റും ഒന്നും ഒട്ടിച്ച പോലെയല്ല ഇത്. അയ്യോ, നമ്മൾ കൺവിൻസ്ഡ് ആയി. എനിക്ക് ചെയ്യണം എന്നിട്ടോ അതൊക്കെ. ഇതൊക്കെയാണ് ബാലൻസ്. എക്സലന്റ് ബ്രോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ടേബിൾ എടുത്ത് ബാലൻസ് ചെയ്യാൻ പോവാണോ? എന്റെ മോനെ, ഒരു പ്ലാസ്റ്റിക് ടേബിൾ ആണ്. ആ ടേബിൾ ആണ് അഖിൽ തലയില് നെറ്റിയില് ബാലൻസ് ചെയ്യുന്നത്. അയ്യോ, അളിയ അടുത്ത നെറ്റിയില്. ഈശോയെ, ഇത് ഭയങ്കര റിസ്ക് ആട്ടോ. കാണുന്ന നമുക്ക് തന്നെ അത് പേടിയാവുന്നുണ്ടേ. ഗ്രാഫിക്സ് ആണോ? ഏയ് ഏയ്, ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പക്രുചേട്ടനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ലേ? സൂപ്പർ സൂപ്പർ. ഓ, കിട്ടില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരു കാര്യം നോക്കിക്കോട്ടെ.
പറ്റും, പക്രുചേട്ടനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പക്രുചേട്ടൻ പുള്ളിയുടെ താങ്ക്സ് പറയാൻ പറഞ്ഞു. കാരണം ഏണി എടുത്തിട്ടേ നെറ്റി വെച്ചപ്പം പുള്ളിയുടെ ഫോണിൽ റേഞ്ച് വന്നു. ഇതൊരു റേഞ്ച് ഇല്ലാതിരിക്കുകയാണ് ടവർ. അതല്ല expression. ഇവന്റെ ഈ കോമഡി ഏത് മുറിയിലിട്ട് കൂട്ടുന്നത്? ഇതൊരു മെസ്സപ്പൊട്ടോമിയൻ ജോക്സ് ആയിട്ട് കിടക്കാം. പ്രാചീന കാലത്തെ കോമഡി. പോട്ടെ ഹരപ്പൻ കൾച്ചർ. അഖിൽ, എവിടെയാ സ്ഥലം? എവിടെയാ സ്ഥലം? മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം. ഓക്കെ, അപ്പൊ ഫുട്ബോൾ പ്ലെയർ ആണോ എന്നുള്ള ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. ആയിരുന്നു. ഒരു സർജറി കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഈ പാഷനായിട്ട് മുന്നോട്ട് പോവുക ചെയ്തു. എന്തിന് സർജറി? കാലിന്റെ ഇടയിൽ ഒരു മുഴ വന്നിരുന്നു. അയ്യോ. അത് റിമൂവ് ചെയ്തതിന്റെ ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഇനി ജീവിതത്തിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. അപ്പോ അത്രയും ഇഷ്ടമുള്ള കാരണം, ഫുട്ബോൾ ഇഷ്ടമുള്ള കാരണം ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ പാഷൻ ഫോളോ ചെയ്ത്. അയ്യോ, എന്താ പഠിച്ചത്? ഞാനിപ്പോ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ ഇത് ചെയ്ത് എന്തെങ്കിലും ചെറിയ ഇത് വന്ന സ്വന്തമായിട്ട് തന്നെ ട്രീറ്റ്മെന്റ്? അല്ല, ഇങ്ങനെ ചെയ്തതിൽ ഇടയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹം കാരണം ഒന്നും പറ്റിയിട്ടില്ല. ഓ, പക്ഷെ ഭയങ്കര കേട്ടോ, ഇത്രയും വെയിറ്റ് നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് മാത്രല്ലേ ഉള്ളൂ. ഈ നമ്പേഴ്സ് ഒക്കെ ഗ്രൗണ്ടിൽ ചെയ്യാറുണ്ടോ? അവര് ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോ അത് പറയാൻ വേണ്ടി ഗസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഫുട്ബോൾ കളിക്കാരന്റെയും ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പാണ്. And he was lucky enough to be their invited guest. Wow. അത് ഏത് ഖത്തറിലല്ലേ പോയത്? അടിപൊളി. ഖത്തറിൽ അവരുടെ ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് അവിടെ പോയി. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് 13 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. ഫുള്ള് ട്രാവലും അക്കോമഡേഷനും എല്ലാം അവരുടെ വകയെ തന്നെ ആയിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആകെ 2 പേരാണ് പോയിട്ടുള്ളൂ. ഒന്ന് ഞാനും പിന്നെ കോഴിക്കോടുള്ള ഒരു ഹാദിയ പറഞ്ഞ ഫ്രീ സ്റ്റൈലറും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അവർ സെലക്ട് ചെയ്തത്? ഇത് അവര് കൾച്ചറൽ ആക്ടിവിറ്റി പ്രോഗ്രാം ഉണ്ടാവും സ്റ്റേഡിയങ്ങളുടെ പുറത്ത്. നമ്മൾ ഫാൻസ് വരുമ്പോ അവരെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. അപ്പൊ അതിൽ ഞാൻ ഈ ഐറ്റംസ് ഇനി ഇതൊക്കെ ചോദിച്ചു പഠിച്ചിട്ടേ അവിടെ ആങ്കറിങ്ങിന് പോകാനാണ്. അല്ല, അവിടെ മറ്റേ നമ്മുടെ ആദ്യം കൊണ്ടുവന്ന കമ്പില്ലേ, ആ കമ്പില് മറ്റേ വേസ്റ്റ് ഇത് ബലൂണൊക്കെ വെച്ചിട്ടുള്ള ആ കോമഡി ആ സാധനം അത് അതിനുള്ള റൂട്ടായി ചോദിച്ചു വരുന്നത്. അലീന, നീ അതുകൊണ്ട് ഗാലറി നടന്നാൽ മതി, വല്ല വേസ്റ്റ് ഇട്ട് തരും ആൾക്കാർ. ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബ്രോ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യമല്ല. അതെ, എത്ര നാളെടുത്തത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്? ഞാനിപ്പോ ഈ ടേബിളൊക്കെ ഒരു 3 ടേക്ക് ഓൾമോസ്റ്റ് എടുത്തിട്ടുള്ളൂ. അതിന്റെ ഉള്ളിൽ ഇത് സക്സസ് ആയി. വെറും 3 ടേക്കിൽ ഇത് ഓക്കെ? അല്ലാതെ അതിന് മുന്നേ പ്രാക്ടീസ് ഒന്നും ഇല്ല. ഇപ്പൊ ഈ സാധനങ്ങൾ അല്ലാണ്ട് ഇതിലും വെയിറ്റ് കൂടി എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഗ്യാസിന്റെ സിലിണ്ടർ ഗ്യാസ് ഊറ്റി എന്നിട്ട് അത് ഞാൻ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഒരു 2 ആഴ്ച ഓൾമോസ്റ്റ് ഞാൻ നെക്കിനുള്ള എക്സസൈസ് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം. പിന്നെ ഇല്ലേ 15 കിലോ കണ്ടില്ലേ അത്? ഉണ്ട്. എന്റെ ചേച്ചി, നമ്മൾ ഈ ഐഷാഡ് കുടുംബത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇവിടെ ഒക്കെ എന്തോരം വേന എടുക്കുമെന്നറിയോ? പ്രോത്സാഹനം തരുന്ന ആരാ? തീർച്ചയായിട്ടും ഉപ്പയമ്മയും പിന്നെ വല്യമ്മ പിന്നെ എന്റെ കസിൻസ് ആണ് എന്റെ എല്ലാ വീഡിയോസ് എടുത്തരല്. അപ്പൊ ഓൾമോസ്റ്റ് ചില വീഡിയോസിനൊക്കെ 350-450 ടേക്ക് വരെ ചില വീഡിയോസിന് പോയിട്ടുണ്ട്. അപ്പോ ഞാൻ വീഡിയോസ് എടുക്കുമ്പോ എനിക്ക് തന്നെ മടുപ്പ് വരും, വേണ്ട നിർത്താന്ന്. അപ്പൊ അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക. അത് റെക്കോർഡുകൾ ഒരുപാട് ഉണ്ടല്ലേ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, പിന്നെ UR ഓഫ് വേൾഡ് റെക്കോർഡ്. അത് ഞാൻ 45 2 ബക്കറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ 2 ബോൾ വെക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ കയറി നിന്നിട്ട് നെക്കിലൊരു ബോൾ വെച്ചിട്ട് ഞാൻ ഇട്ട ഷർട്ട് 54 സെക്കൻഡിൽ 4 എണ്ണം അഴിച്ചു മാറ്റി. അതിനാണ് കിട്ടിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അതിനെ ആരെങ്കിലും ഒക്കെ ചെയ്തവരുണ്ടെങ്കിൽ മുന്നേ അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാൻ അത് റെഡിയാക്കാം. അല്ല, ഇതിനെ പറ്റി അല്ല, അത് നമ്മളെ പക്രുചേട്ടൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. റെക്കമെൻഡ് ചെയ്യാനല്ല, ഇദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് എന്താണ് അതിന്റെ വഴി എന്നുള്ളത് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരും. അപ്പൊ ലൈഫും ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് പോകും അല്ലെ? ഒരു സൈഡില് ഭാര്യ, ഒരു സൈഡില് കാമുകി, അങ്ങനെയൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും അല്ലെ? അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം എങ്ങനെയുള്ള ലൈനാണോ? അങ്ങനെ മിക്ക ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ചിലർക്ക് 2 കാമുകികളും ആരായിരിക്കും നമുക്കറിയാം. മിക്ക ആൾക്കാരും മണിക്കൂർ ചേട്ടന്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ബാലൻസ് ചെയ്യുന്ന ഒരു കാമുകി, ഡേയിൽ ഒരു കാമുകി, നൈറ്റിൽ ഒരു കാമുകി, ഒരു കാമുകിയോ? ബാക്കിയൊക്കെ അതേപോലെ ബാലൻസ് ചെയ്ത് പോകുന്നത് ഞാൻ പറഞ്ഞേ, മനസ്സിലായില്ലേ? അങ്ങനത്തെ ബാലൻസ് ഉണ്ട്. ഇപ്പൊ ദേവി ചേച്ചിയെ നോക്കുകയാണെങ്കിൽ ഷൂട്ടും കുടുംബവും ബാലൻസ് ചെയ്തതാണ്. പക്രുചേട്ടൻ ലൈഫേ ബാലൻസ് ചെയ്തോണ്ടിരിക്കുക. പക്രുചേട്ടൻ തന്നെ ബാലൻസ് സെറ്റ് നടക്കുന്ന എലീനയ്ക്ക് മാത്രം ഒരു കുഴപ്പമില്ല. എന്നെയാണ് ഇന്ന് മനസ്സിലായില്ലേ? ലൈനുണ്ടോ?
വീട്ടിൽ പോകണത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയപ്പോ ലൈനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ അവിടെ എന്താ ചോദ്യങ്ങളാവും. അവിടെ നിന്ന് മാറി നമുക്ക് ചോദിക്കാം. ലൈൻ ഉണ്ടോ? ഇല്ല ഇല്ല. ശരി എന്നാ എനിക്കൊരു ഇതുണ്ട്, ഈ ഏണി കയറുന്ന സംഭവം. ഫുട്ബോളർ ആയതുകൊണ്ട് ബാലൻസ് എന്ന് പറഞ്ഞില്ലേ, അതെ. ദേവിചന്ദ്രൻ പണ്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു. അതെ. ബോൾ ഒരു നല്ലൊരു കൈഡി കൊടുക്കാം. ദേവി ചന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാലൻസിംഗ് ഫുട്ബോൾ ബാലൻസ് ഇല്ലാതെ എനിക്കറിയാം, എനിക്കും അറിയാവേ. അല്ലേ തന്നെ ഏണിയാ. എന്തായാലും ദേവി ചേച്ചി വാ. പ്രേക്ഷകരെ, കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ചരിത്ര മുഹൂർത്തം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ബാബു, ഞാൻ അങ്ങനെ പിടിക്കണം. നോക്കിട്ടെ വേണ്ടോ ഡ്രസ്സൊക്കെ തീരുവേ. ഒരു മിനിറ്റ്. ഇനി ഇത് കോൺസെൻട്രേറ്റ് ചെയ്തോ. ഇവിടെ വെച്ചിട്ട് ഡ്രസ് വിടണം. ഇനി ഫ്ലിപ്പ് അടിച്ച് താഴെ, അല്ലെങ്കിൽ ദേവി ഫുട്ബോൾ താഴെ വെച്ചിട്ട് ഒരു ഗോൾ അടിച്ചാൽ മതി കാല് വെച്ച്. ഇനി കേറി, ഇനി ഇറങ്ങണ എങ്ങനെ? അല്ല, ഇറങ്ങുന്ന ഒരു ഗിഫ്റ്റ് കൂടെ ഇവിടുന്ന് പറ്റിയ ഏറ്റവും ഉയർന്ന ഗിഫ്റ്റ്. അതാണ് ഏറ്റവും വലിയ. അവിടെ നിന്നോ, ശിക്ഷയാണ്. അവിടെ നിന്നോ, പോവരുത്. എവിടെയാ ഞങ്ങളുടെ ലണ്ടൻ ക്ലാസ് എപ്പിസോഡ് തീർന്നവരവിടെ കിട്ടിലും പെർഫോമൻസ് ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന ഒരു ഗിഫ്റ്റ് ലഭിക്കുന്നത്. ഓക്കെ, അതാ ലണ്ടൻ ക്ലാസിക്കിന്റെ സമ്മാനം. ഉയർന്ന സമ്മതിച്ചോട്ടോ, ഇവിടെയൊക്കെ നിന്ന് ഷർട്ട് പോയിട്ട് കാല് വിറക്കിയാണ്. മാസ്റ്റേഴ്സ്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകത എന്നാന്നറിയോ? ഇവിടെ വരുന്ന ഓരോ ബഡ്ഡിംഗ് ആർട്ടിസ്റ്റുകൾ ചിലപ്പം അവരെ നമുക്ക് കുറച്ചായിരിക്കും അറിയാവുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും അത് ആൾക്കാർ മൊത്തത്തിൽ അറിയുന്നത്, അല്ലെങ്കിൽ അവരറിയപ്പെടുന്നത്. അങ്ങനെ നമുക്ക് 2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പല സ്ഥലങ്ങളിൽ അവർ പോയിട്ട് അവർ പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടും അങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയുണ്ട്. അവരിപ്പം 2 പേരും ഒന്നിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കാണാം കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഷോയിലൂടെ. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് വെൽക്കം ചെയ്യാം. ഒരു സെന്റർ മാർക്ക് ഉണ്ട് ഇവിടെ ഇവിടെ വന്ന് നിക്ക്. ഭയങ്കര നാണക്കാരനാ. ഈ വീഡിയോ എടുക്കുമ്പോ ഇത്ര നാണൊന്നും ഇല്ലല്ലോ. അല്ല, അത് ഇവരൊക്കെ ഇരിക്കണോണ്ട് നമ്മളെ എല്ലാ ഷൂട്ടും ഇങ്ങനെ ആയിരിക്കും. അതായത് ഇവരിങ്ങനെ ഫ്രണ്ടിലുണ്ടാവും, നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്യും, ഈ ക്യാമറകളിൽ ഫുൾ അത് കാണും. അങ്ങനെ പോകുന്നത്, അങ്ങനെയാണ് വൈറലാവുന്നത്. ഓ ശരി ശരി. എന്താണ് നിങ്ങളുടെ പേര്? ഞങ്ങള് ആലപ്പുഴ മുഹമ്മേന്ന് വരുവാ. ഇത് മധു, എന്റെ ഭർത്താവ്. ഞാൻ ചാരി വൈഫാണ്. ശരി. പറഞ്ഞില്ലേ, ഞങ്ങളിങ്ങനെ ഒരുപാട് വീഡിയോകളൊക്കെ ഇങ്ങനെ വരാറില്ലേ, വൈറൽ വീഡിയോ ഒക്കെ. അതൊക്കെ ഞങ്ങൾ 2ാമത് റീക്രിയേറ്റ് ചെയ്യും. ഓ അത് ശരി. പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കാറില്ല. ഇപ്പൊ ചേട്ടൻ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നേ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായില്ലേ, ഒരു കണ്ടക്ടർ ഇങ്ങനെ രക്ഷപ്പെടുത്തും. അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു ചേട്ടൻ. അപ്പൊ അത് എന്റെ അടുത്ത് പറഞ്ഞ് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയല്ലോ, അത് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് തിരിഞ്ഞിട്ടൊരു മാസ് ഡയലോഗ് എന്നെ നോക്കി പറഞ്ഞേ, മോളെ ശാരി, ഇപ്പൊ ഇറങ്ങി പോകുന്നത് വെറും മധുവാണ്, തിരിച്ചു വരുന്നത് വൈറൽ മധുവായിട്ടായിരിക്കും. സത്യം പറയാലോ ചേച്ചി, അത് കേട്ടപ്പോഴും എന്റെ വൈറൽ എന്തായി? വൈറൽ കണ്ടോ? പക്ഷെ എനിക്കൊരു വിളിയാ വന്നത്. അക്കൗണ്ടിലുള്ള പൈസ മൊത്തം എടുത്തിട്ട് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാൻ. ഇപ്പൊ വൈറലാവാൻ പോയ മധുചേട്ടൻ ഞാൻ അവിടെ ചെന്നപ്പോ കൊതുകിനെ അടിച്ചിരിക്കുക. അത് സംഭവം എന്നാന്ന് വെച്ചാൽ, ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്തതാണ്. ഒരുത്തിനോട് ഞാൻ പറഞ്ഞ ഒന്ന് സഹകരിക്കണം, ഇത് വൈറലാകാൻ വേണ്ടി ഞാൻ ചെയ്യണതാണ്. ഞാൻ ബസ്സിൽ കണ്ടക്ടർ ആണല്ലോ, അപ്പൊ ഞാൻ ഒരാൾക്ക് ടിക്കറ്റ് കൊടുക്കും, അപ്പൊ അയാൾ എനിക്ക് പൈസ തരും, ഞാൻ അത് മേടിച്ച് ബാഗിലിടും. ആ സമയത്ത് നീ വണ്ടിയിൽ നിന്ന് ചാടിക്കോ, ആ സമയത്ത് ഞാൻ രക്ഷപ്പെടുത്താൻ നിന്നെ പിടിക്കും എന്ന് പറഞ്ഞു. ടൈമിംഗ് തെറ്റിച്ചവൻ. ഞാൻ ടിക്കറ്റ് കൊടുക്കണ മുമ്പ് അവൻ എടുത്ത് ചാടി. അയ്യോ, അവിടെ അവൻ പറഞ്ഞു അവൻ അവാർഡ് കിട്ടിയ നടനാണ്, മറ്റാണ് വാങ്ങാത്തില്ല. ഇപ്പൊ അവാർഡ് നിരക്ക് ഗവൺമെന്റ് ആശുപത്രി എന്തെങ്കിലും പറ്റുമോ? ഇവിടെ 7 സ്റ്റിച്ച്, പിന്നെ പോലീസ് സ്റ്റേഷനിലെ കേസൊക്കെ ആയിട്ട് ചേട്ടൻ 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഇറങ്ങിയത്. തന്നെ വൈറലായല്ലോ. അല്ല, അത് ഷൂട്ട് ചെയ്തില്ല, അത് ഏൽപ്പിച്ചവൻ അതും ചെയ്തില്ല. അങ്ങനെയെങ്കിലും അതും ചെയ്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ നോർത്തിലൊരു സംഭവം ഉണ്ടായിരുന്നേ. കുറെ കഥകളുണ്ട്. അല്ല, ഒരു കഥയും കൂടെ ഉള്ളു, ഈ കഥയും കൂടെ ഉള്ളു. അപ്പൊ നോർത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കാമുകി 2ാമത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ
ചാടി. അപ്പൊ കാമുകൻ പോയി പിടിച്ച്. അപ്പൊ ഞാനാണിത് നല്ല നല്ല അത് ഭയങ്കര റീച്ച് വീഡിയോ. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ഞാനാണ് ചേട്ടനോട് പോയി പറഞ്ഞത് നമുക്ക് അത് ചെയ്തങ്ങ് വൈറലായാലോ. അല്ല ഞാൻ അവളോട് പറഞ്ഞു എടി നീ ചാടിക്കോ പിടിക്കണ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. പക്ഷെ അവള് സമ്മതിച്ചില്ല. അതെന്താ സമ്മതിക്കാൻ ഞാൻ ചേട്ടൻ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് ടൈമിംഗ് ഇല്ലാന്ന് എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ. എന്ത് എന്ത് അതുകൊണ്ട് ഞാൻ ചാടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു ലേഡിനെ കിട്ടി. ഏത് ലേഡി? എന്റെ അമ്മൂമ്മ 80 വയസ്സുള്ള അമ്മൂമ്മനെ കിട്ടി. പിന്നെ അമ്മൂമ്മയുടെ ശരിയാക്കാൻ പാടില്ലാത്തോണ്ട് അവര് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അവര് രണ്ടുപേരും മേലെ ഇവള് ടൈം തെറ്റിച്ചു. പറഞ്ഞു ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. നീ പറഞ്ഞു തെറ്റിച്ചു. എങ്ങനെ തെറ്റിച്ചെന്ന് സംഭവം എങ്ങനെയാണെന്നോ ഞാൻ പറഞ്ഞു ആക്ഷൻ കാണിച്ചു. അപ്പൊ അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്മൂമ്മ ചാടിക്കോ മതിച്ചേട്ടാ ശ്രദ്ധിക്കണേ. എനിക്ക് ഇതാണ് അവിടെ സംഭവിച്ചത്. പുറകിന്ന് വിളിച്ചു. എന്നിട്ട് ഇപ്പൊ അമ്മൂമ്മയോട് ഇതേ അവസ്ഥ ഒന്നുമില്ല. ഇങ്ങനെ പ്രധാനമായിട്ട് കിടക്കുകയാണ് അവിടെ. പക്ഷെ കിട്ടിയായിരുന്നു. കിട്ടിയത് 2 പല്ലും കിട്ടി, 2 സ്റ്റീലിന്റെ ചിരട്ടയും കിട്ടി. മുട്ട വെച്ചിരുന്നു. പക്ഷെ ആ വീഡിയോ അത്യാവശ്യം വൈറലായിരുന്നു. വൈറലാക്കുന്നേ. അതെ ഞങ്ങൾ അതിന്റെ ചിതാഭസ്മം കൊടുക്കാൻ വേണ്ടിട്ട് പുഴയെ പോയി. പുഴയെ പോയിട്ട് ഞാൻ ഒറ്റത്തോർത്തിട്ടാണല്ലോ ഇത് ഭസ്മം ഇറങ്ങി വെള്ളത്തിൽ മുക്കിയത്. ആൾക്കാരോർത്ത് ഇവളും കൂടെ കുളിക്കാൻ ഇറങ്ങുന്നു കൂട്ടത്തിലേ. അതുകൊണ്ട് അതങ്ങനെ റീച്ചായി. ഞാൻ അതിനൊരു പേര് വിട്ട് ബീച്ചിലെ കുളിക്കാഴ്ചകൾ. ബീച്ചിലെ കുളിക്കാഴ്ചകൾ നമ്മൾ ഈ തമ്പനയിൽ ഇടൂല. അതങ്ങനെ ഇട്ട് അത് ഇച്ചിരി വൈറലായി. പക്ഷെ എന്നാലും ഞങ്ങൾ അത് പോരാ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചേട്ടൻ അങ്ങ് വൈറലാവുന്നില്ല. അപ്പൊ പെർഫോമൻസ് പോരാ. എന്താ ഒരു കാര്യം ചെയ്യും, നിങ്ങള് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള എന്തെങ്കിലും പെർഫോമൻസ്. സാധാരണ അങ്ങനെയല്ലേ? അല്ല ഇവിടെ അങ്ങനെയൊന്നും വലിയ കാര്യങ്ങളൊന്നും ചെറിയ കാര്യങ്ങൾ മതി അല്ലേ? പെർഫോമൻസ് മതി. ഭയങ്കരായിരിക്കും. എന്താ പറഞ്ഞേ? നിങ്ങൾ ആരെങ്കിലും എടുത്ത് വെള്ളത്തിലിട്ടാൽ അവിടെ നല്ലതായിരിക്കും. നന്നായിരിക്കും. കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരു കപ്പിൾസ് അല്ലേ. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പെർഫോമൻസ് ഒരു ഡാൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സഹകരിക്കാം അല്ലെ? ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാം. ഇത് സെന്റർ ഓർത്താ മതി ക്യാമറയിൽ കേട്ടോ. ഇല്ല ഇല്ല ഞാൻ തെറ്റിക്കാം. യുദ്ധത്തിലോ? Come on. തിരിഞ്ഞ് കറങ്ങി 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 കറങ്ങി. Wish you a happy new year. സൂപ്പർ സൂപ്പർ. കുഴപ്പമില്ല ചെയ്തോ. നൈസ് കൊള്ളാം. College teenage പെണ്ണുകൾ ഇത് അല്ല ആ പെൺകുട്ടി എന്നാണ് ഡാൻസ് ചെയ്ത് അങ്ങേരെ കുഴപ്പമില്ല. ഡാൻസിന് ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു. ഇത് ഗ്രേസ് അല്ല. ഇതിന് ഗ്രേസ് മാർക്ക് എന്ത് കൊടുക്കുന്ന ആലോചിക്കുന്നത്. ഇതാണ് എന്ത് വീഡിയോ ഇട്ടാലും എന്ത് ഡാൻസ് വെച്ചാലും എന്ത് പാട്ട് പാടിയാലും നിങ്ങൾ എന്താ വൈറലാവാത്തത്? നിങ്ങൾക്ക് ടൈമിംഗ് ഇല്ല. ടൈമിംഗ് ഇല്ല. അത് തന്നെ നിങ്ങളുടെ ചേച്ചി ചെയ്ത സ്റ്റെപ്പുകളെല്ലാം ചേട്ടൻ അല്ലാതെ മാത്രല്ല ഒരു പ്രത്യേക സ്റ്റെപ്പ് ഇങ്ങനെ കൈകൊണ്ടൊരു സാധനം കാണിച്ചല്ലോ. നിങ്ങൾ എന്തായാലും കാണിച്ചേ. അതാ അപ്പഴത്തെ ഇങ്ങനെ അല്ലായിരുന്നു. വേറെന്തോ ഒരു സ്റ്റെപ്പാ നിങ്ങൾ അവിടെ കാണിച്ചത്. ചെയ്തത് എന്താന്ന് പുള്ളിക്ക് ഒരു ഓർമ്മയില്ല. അതെങ്ങനെ ഞാൻ ഓർക്കണു? ഞാൻ അപ്പം സഡൻ അടിക്കല്ലേ. കാര്യം ചെയ്താലും ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. നിങ്ങൾ വീഡിയോ എടുക്കുക. അതാ നല്ലത്. വാ. ഞാൻ എന്ത് കുഴപ്പം? എന്ത് പാട്ട് പാടിയാലും ഡാൻസ് കളിച്ചാലും വീഡിയോ എടുത്താലും ഒന്നും നിങ്ങൾക്ക് ടൈമിംഗ് ഇല്ല. അത് തന്നെ പ്രശ്നം. ചേട്ടാ ഈ ഡാൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഡാൻസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴേ അത്യാവശ്യം ഈ ടൈമിങ്ങിനെക്കാളും നമ്മൾ സ്റ്റെപ്സ് പഠിക്കാൻ എളുപ്പം. എനിക്കൊന്ന് ദയവ് ചേച്ചി നമ്മൾ ഈ 1 2 1 2 3 4 പറയുന്നതാണ് എളുപ്പം. ഒന്നൊന്ന് മ്യൂസിക് ഇട്ട് തരാമോ ഇവരുടെ ആ സോങ് ഒന്ന്? 1 2 3 4. എന്നിട്ടാ ശരിയായി അടുത്ത സ്റ്റെപ്പ് ഇതിങ്ങനെ 1 2 3 4 വീണ്ടും കണ്ടോ ഇപ്പൊ കറക്റ്റ്. നെക്സ്റ്റ് വീണ്ടും 1 2 കറക്റ്റ്
ടൈമിംഗ് കറക്റ്റ്. ഏകദേശം ഓക്കെയാണ്. ഇപ്പൊ ടൈമിംഗ് ഇല്ലാത്ത ആർക്കാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വൈറലാണെങ്കിൽ ഒരാളെ ഒഴിവാക്കിയാൽ ഞാൻ വൈറലാകും. ശരിയല്ലേ? ഒരാളെ എന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങ് ഒഴിവാക്കാം. അല്ല ഇപ്പൊ നമ്മൾ തമ്മിൽ കളിച്ചപ്പോ ഓക്കെ ആയില്ലേ? അല്ലല്ല അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വരുന്നോ എന്റെ കൂടെ? വൈൻഡപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് വരാൻ പറ്റും. എന്നാ പറഞ്ഞു. ചേച്ചി കുറച്ച് റീൽസ് ചെയ്യാനുണ്ട്. കുടുംബം കളിക്കുന്നില്ല, ചേട്ടനൊന്ന് നന്നാക്കിയിട്ട് വൈറലാക്കി എനിക്ക് തിരിച്ചു തന്നാ മതി. ഞാൻ പെർഫെക്റ്റ് ആക്കി തരാം. നിങ്ങൾ വൈറലാക്കിക്കോ കേട്ടോ. കോമഡി മാസ്റ്റേഴ്സ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒന്ന് വൈറലാക്കിയിട്ട് തിരിച്ചു വരാം. ബൈ. അത് പോണെങ്ങനെ 1 2 3 4